ഹായ്, ഇത് നമ്മൾ മൈലപ്രയിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വെക്കുന്ന വീടാണ് കേട്ടോ. കുറച്ച് പേര് അവരുടെ സ്ഥിരം കാര്യങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കലുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാളത്തെ ഒരു വീഡിയോയിലും കൂടി മനോട്ടം പറഞ്ഞിരുന്നു, നമ്മുടെ വീട് വെക്കേണ്ടാത്ത ആൾക്കാർ, ഓൾറെഡി അവർക്ക് വീടുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ട് നമ്മളിടയ്ക്ക് അവർ വിളിക്കാറുണ്ട്. അതിലൊരാളാണ് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഷീൻ ചേട്ടൻ ഇന്നലെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഇവരുടെ വീട് പണി എന്തായി, അതേപോലെ ഇവരുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മാസമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഷീൻചേട്ടൻ എന്നോട് പറഞ്ഞു, എന്നാൽ നാളത്തുള്ള ഡയാലിസിസിൻ്റെ എമൗണ്ട് എൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പേയ്മെൻറ്റ് ഇട്ട് തന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതേപോലെ അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യണത് കേട്ടോ. 415 സ്ക്വയർ ഫീറ്റിലൊരു സിമ്പിൾ വീടാണ് കേട്ടോ നമ്മൾ അവർക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നത്. ഒരു സിംഗിൾ ബെഡ്റൂം, അതേപോലെ അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ചെറിയൊരു ഹാള്, ഒരു ചെറിയൊരു കിച്ചൺ, അത്ര ഇതിലുള്ളൂ കേട്ടോ. ഇപ്പോൾ വാർത്ത് നമ്മൾ തട്ട് പൊളിച്ചു ഇന്നലെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചായിട്ട് ഇവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ചുമരിൻ്റെ ഒരു പകുതി സ്റ്റേജ് ആകുമ്പോൾ വന്നതാണ്. പല തിരക്കുകൾ കാരണം വരാൻ പറ്റിയില്ല. ജയരാജേട്ടനാണ് ഇവിടുത്തെ ഫുള്ള് കാര്യങ്ങൾ നോക്കി വാർത്ത് പോയത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റേജ് നമ്മളിതിന് കുഴലടിക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ വെള്ളം മേടിക്കുകയാണ്. ജയരാജേട്ടൻ ഇവിടെ ഒരാളെ കണ്ടുപിടിച്ച് വെള്ളം മേടിച്ചിട്ടാട്ടോ നമ്മളിതിൻ്റെ മെയിൻ സ്ലാബ് പൂർത്തിയാക്കിയത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കെട്ടി നിർത്താനും പിന്നീട് നനയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വെള്ളം പൈസ കൊടുത്തിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തൊരു ചോല ഉണ്ടായിരുന്നു. ആ ചോലയിൽ നിന്ന് വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് നമ്മളൊരു 10-25,000 രൂപ ചിലവാക്കി പൈപ്പെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം കുറച്ച് സമയത്തൊക്കെ നമുക്കതൊന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ പൈപ്പ് അവിടെ നിന്ന് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആരാ എന്താണെന്നൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ജയരാജേട്ടൻ പോയി കണക്ട് ചെയ്യും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ പൈപ്പ് അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട് വെക്കുന്ന ഈ ആൾക്കാർ, ഈ അച്ഛനും അമ്മേനെ അവിടെ ആർക്കും അറിയില്ല, പിന്നെ ഞങ്ങളെ അവിടെ ആർക്കും അറിയില്ല. അപ്പോൾ ഇവർ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യണ്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് തോന്നുന്നത്. ഇവരത് എപ്പോഴും ഒഴിവാക്കുകയാണ്. പിന്നെ നമ്മളിത് ഫ്രീ ആയിട്ട് ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ചാരിറ്റി പോലെ ചെയ്യുന്ന വീടാണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ. എന്താണെന്നല്ല, ആരും ഞങ്ങളോട് വേറെ ഒന്നും സംസാരിക്കാറുമില്ല. ഞങ്ങൾ പോകുന്നു, അവിടെ വീട് വയ്ക്കുന്നു, തിരിച്ചു വരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്ക് ഈ വീട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഒരു നോർമൽ രീതിയിലൊരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ അടുത്തുള്ള ആൾക്കാർ വന്ന് ഒരു വിശേഷം ചോദിക്കും, നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാന്നൊക്കെ നമ്മളോട് ചോദിക്കേണ്ടതാണ്. പക്ഷേ ഇത്രയും വ്യത്യസ്തമായിട്ടൊരു കോൺക്രീറ്റ് രീതിയിലൊരു വീട് വന്നിട്ടും കൂടിയും ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒരാൾ വന്നിട്ട് ഇതെന്താണ്, എങ്ങനെയാണ്, നിങ്ങൾ എവിടെ ഉള്ളവരാണ്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ട് പോലും ആരും നമ്മളോട് ഇന്ന് വരെയും വന്ന് സംസാരിച്ചിട്ടില്ല അവിടെ. നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ആൾക്കാരൊക്കെ സഹായിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ തോന്നിപ്പോവില്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ ഈ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ വീടുകൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾ ഓട്ടം കൊണ്ട് ഓട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് വെക്കുമ്പോൾ നമുക്കിവിടെ ഫുൾ ടൈം ആയിട്ടൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു അംശം എടുത്തിട്ട് വേണം ഈ വീട് വെക്കാൻ തന്നെ. വീട് വെക്കാൻ മാത്രമല്ല കേട്ടോ, ഇവരുടെ ചികിത്സ, അതേപോലെ ഇവരുടെ ചിലവ്, അതേപോലെ ഇവരുടെ വാടക, ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരിവിടെ ആരും അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവർക്ക് വീട് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വീടിന് എമൗണ്ട് പാസ്സായിട്ടുണ്ട് അല്ലേ. അത് ലൈഫ് മിഷനിലാണ്. പക്ഷേ അറിയാലോ, അതിനൊക്കെ ഒരുപാട് പ്രോസസ്സും ഒരുപാട് ഘട്ടങ്ങളൊക്കെ കടന്നു പോകണം. പക്ഷേ ഈ വീട് പണി തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഇവർ 2 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് പാസ്സായ പഞ്ചായത്ത് വേറെയാണ്, പക്ഷേ ഈ വീട് വെക്കുന്നത് വേറെ പഞ്ചായത്തിലാണ്. അത് കാരണം കൊണ്ടാണ് അമ്മ നേരത്തെ പറഞ്ഞത്, ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഇവരെ സുപരിചിതമല്ല. ഇപ്പോൾ പിന്നെ അവർ താമസിക്കണത് തന്നെ നമ്മൾ എടുത്തു കൊടുത്ത ഒരു റെൻ്റ് ഹോമിലാണ്. അതന്നെ അമ്മുവിൻ്റെ പേരിലാണ് എഗ്രിമെൻ്റ് അടക്കം. കാരണം ഇത്രയും വയസ്സായ ആൾക്കാർക്ക് ഒരാളും വീട് കൊടുക്കണില്ല. അപ്പോൾ ഇവർക്ക് ഏത് സാഹചര്യത്തിലാണ് ഞങ്ങൾ വീട് എടുത്തു കൊടുത്തെന്നുള്ളതൊക്കെ ഇവരെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവരെ സാഹചര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആദ്യം ഈ വീട് വെച്ചുകൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അവരെ പെട്ടെന്നൊരു വാടക വീട്ടിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അമ്മു പറഞ്ഞ പ്രതിസന്ധികൾ ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ പിള്ളേരെയും കൊണ്ട് വന്ന സമയത്ത് അവിടെ ഒരു വണ്ടി നിർത്തിയപ്പോൾ
തൊട്ടടുത്തുള്ള ആൾ വന്നിട്ട് കല്ലെറിയാൻ നോക്കിയ ഇതിൻ്റെ ഈ വണ്ടിക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നി. കാരണം നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു കാര്യം ചെയ്യണ സമയത്ത് അതെന്തിനാ ആരാന്നും കൂടി അറിയാണ്ട് അയാൾ അങ്ങനെ പെരുമാറിയപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം അടുത്തുള്ള ആൾക്കാരാണ്, ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കേണ്ട ആൾക്കാരും കൂടിയാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ ദിവസേന എന്ന് പറഞ്ഞ പോലെ ഈ ലൈഫ് മിഷൻ്റെ വീടുകൾ അമ്മുവിനെ ദിവസം ആൾക്കാർ വിളിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മ അതൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം തന്നെയാണ് ഞങ്ങൾക്കും ഇതേപോലത്തെ ചെറിയ വീടുകൾ ലൈഫ് മിഷനോ കിട്ടുന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർ പറയും എനിക്ക് ലൈഫ് മിഷന് കിട്ടും, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കൂട്ടിയെടുക്കുവാണെന്ന്. അങ്ങനെയുള്ളത് എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ പൈസ എടുത്തിട്ടാണല്ലോ ഇവരിത് ചെയ്യണം. ഇവർക്ക് ഓൾറെഡി പൈസ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ പറ്റിച്ച് ചെയ്യണോണ്ട് ഞാൻ കൂടുതലും ആ വീടുകൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ലൈഫ് മിഷന് ഒരു 4 ലക്ഷം കിട്ടുന്നത്. പക്ഷേ ഈ വീടിൻ്റെ ബേസ്മെൻറ്റിന് തന്നെ 1 ലക്ഷം രൂപയുടെ മുകളിൽ വന്നിട്ടുണ്ട്. കാരണം അത് കോൺക്രീറ്റിലാണ്. അപ്പോൾ ആ പൈസയൊന്നും ഞങ്ങളുടെ എല്ലാവർക്കും വെച്ച് കൊടുക്കാൻ ഞങ്ങളുടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങനത്തെ എടുക്കുന്നത്.